നിക്ഷേപ സൗഹൃദ കേരളം. അവിടുന്ന് അമേരിക്കയിൽ നിന്ന് വലിയ വലിയ മുതലാളിമാർ കേരളത്തിലേക്ക് വരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകളൊക്കെ ഇവിടെ ഒഴുകി വരികയാണ്. കേരളത്തിൽ വന്ന് വലിയ രീതിയിലുള്ള ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട്. എന്താണ് നമ്മുടെ ഈ ബിസിനസ് മീറ്റ് കൊണ്ട് കേരളത്തിൽ ഉദ്ദേശിക്കുന്നത്? കേരളത്തിൽ ഇപ്പം മന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ എന്താണ്, കേരളം വ്യവസായങ്ങളുടെയും സ്റ്റാർട്ടപ്പുകളുടെയും ഒക്കെ പറുദീസയായി മാറുമെന്നാണ്. ഈറ്റില്ലമായി മാറിയിരിക്കുന്നു എന്ന് പറയുന്നു, മാറാൻ പോകുന്നെന്ന് പറയുന്നു. വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നു, വ്യവസായങ്ങൾ എന്ത് ചെയ്യുന്നു, വരുന്നു. അപ്പോൾ നമ്മളതിനെ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം 2001 അല്ലെങ്കിൽ 2003 ഒക്കെ തന്നെ UDF സർക്കാരിൻ്റെ കാലത്തും എന്ത് ചെയ്തു, ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായിരുന്നപ്പോൾ ഇതുപോലെയുള്ള ജിം പോലെയുള്ള പരിപാടികൾ കേരളത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ അന്ന് ഭരിക്കുമ്പോൾ ഒരു നിലപാടും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു നിലപാടുമായി മാറിപ്പോയതിൻ്റെ ഒരു ദുരന്ത സാഹചര്യമാണ് ഇന്ന് 2023 എത്തിയപ്പോൾ കേരളത്തിൽ ഇത്രമാത്രം തൊഴിൽ ലഭ്യതയില്ലാത്തത് കൊണ്ട് കേരളത്തിൽ നിന്നും ആളുകൾ എന്ത് ചെയ്യുന്നത്, മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നതും ഇവിടെ ഒരു നിക്ഷേപ സൗഹൃദമായിട്ടുള്ള അന്തരീക്ഷം ഇല്ലാതെ അവസ്ഥ ഉണ്ടായിട്ടുമുള്ളത്. പക്ഷെ എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ആദ്യമേ ഓർമ്മ വരുന്നത് നമ്മുടെ മലയാളത്തിലെ പ്രമുഖമായിട്ടുള്ള കുറച്ച് സിനിമകളൊക്കെ ഉണ്ട്. നമ്മുടെ അറബിക്കഥയാണെങ്കിലും വരവേൽപ്പ് സിനിമയാണെങ്കിലും ഇതിനകത്തെല്ലാം പറഞ്ഞു വെക്കുന്ന കൃത്യമായിട്ട് രാഷ്ട്രീയമുണ്ട്. അതായത് എങ്ങനെയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ CPM എന്ന് അറിയണമെങ്കിൽ സിനിമകൾ കണ്ടാൽ മതി. അറബിക്കഥയ്ക്കകത്ത് തന്നെ പറയുന്നുണ്ടല്ലോ, നാട്ടിലുള്ള എല്ലാ വ്യവസായവും കൂട്ടിയിട്ടാണോ എന്ത് ചെയ്യുന്നത്, ഇവിടേക്ക് വരുന്നതെന്ന് ചോദിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ആ ഒരു അന്തരീക്ഷം തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇന്നും കേരളത്തിലുള്ളത്. കാരണം കേരളത്തിലല്ല, ഇവിടെ ആരാണ് ഇതിനൊക്കെ എതിര് നിന്നിട്ടുള്ളത്? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ ഈ പറയുന്ന നിക്ഷേപ സൗഹൃദ വേദിയിൽ ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾ പ്രതിപക്ഷം എന്ന നിലയിൽ എന്ത് ചെയ്യുന്നു, ഈ കാര്യങ്ങളെയൊക്കെ തന്നെ പിന്തുണയ്ക്കുന്നു. കാരണം കേരളത്തിലെ വികസനത്തിന് എന്തല്ല, ഇവിടെ എതിരല്ല. കേരളത്തിലെ പറയുന്ന ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്നതിന് കേരളത്തിലെ ആരും എതിരല്ല. കേരളത്തിലേക്ക് വ്യവസായങ്ങളും നിക്ഷേപങ്ങളും വരുന്നതിന് ആരുമില്ല, ഈ മലയാളികൾ ആരും എതിരല്ല. കാരണം നമ്മുടെ കേരളം ലോകത്തിലെ ഏറ്റവും വലിയ ഉന്നതമായിട്ടുള്ള ഒരു കേന്ദ്രമായി അല്ലെങ്കിൽ ഒരു പ്രദേശമായി മാറണമെന്നാണ് മലയാളികൾ എല്ലാവരും എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തോടൊപ്പമാണ് പ്രതിപക്ഷം നിൽക്കുന്നത്. പക്ഷേ ഞങ്ങൾ അധികാരത്തിലെങ്ങാനും വരുമ്പോഴും ഇപ്പോഴത്തെ ഭരണകക്ഷിയായിട്ടുള്ള CPM-നും അല്ലെങ്കിൽ LDF-ഉം അന്ന് പ്രതിപക്ഷത്ത് വന്നാൽ ഇതേ മാന്യത എന്ത് ചെയ്യണം, ഉണ്ടാവണമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. കറക്റ്റ് അല്ലേ ആ കാര്യങ്ങൾ? അതെ. കാരണം ഇവിടെ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നു, അവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, വലിയ രീതിയിലുള്ള സമരങ്ങളും കമ്പ്യൂട്ടർ മുതൽ തുടങ്ങി ട്രാക്ടർ തുടങ്ങി എന്തിന് പറയുന്നു, ഈ പറയുന്ന എല്ലാ കാലത്തും ശ്രീനിവാസ സാറിനെ പോലെയൊക്കെയുള്ള ആളുകൾ അവരുടെ രക്തസാക്ഷികളാണ്. എന്താണ്, വിദേശ സർവകലാശാലയുടെ ഏതോ മീറ്റിംഗിൽ പുള്ളി പങ്കെടുക്കാൻ പോയതാണ് എന്ത് ചെയ്തത്, ചെവുക്കല്ലടിച്ചു പൊട്ടിച്ചത്. അത് ചെവുക്കല്ലടിച്ച് താഴിട്ടില്ലയോ? അപ്പൊ ഇത് കുറെ വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുന്നു, ഇതിനെ തിരുത്തി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ വ്യവസായമാണ് എല്ലാ വ്യവസായങ്ങളും കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. അവരാണ് ഇതിനെല്ലാം തുരങ്കം വെക്കുന്നത്. അതാണ് ഇതിനകത്തുള്ള ന്യൂനത എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്, ഇതൊരു വ്യവസായം. അപ്പൊ ഞാൻ പറഞ്ഞു അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. കാരണം ഈ പറയുന്ന കേരളത്തിലെ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി കൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള അതിനെ ഒന്നും ആരും തള്ളി പറഞ്ഞിട്ട് യാതൊരു അർത്ഥവുമില്ല. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശശി തരൂര് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് അദ്ദേഹം എഴുതിയ ഒരു ലേഖനവുമായി സംബന്ധിച്ചിട്ടായിരുന്നു വലിയ രീതിയിലുള്ള വിവാദങ്ങൾ കേരളത്തിൽ ഉടലെടുത്തത്. അത് ഈ വ്യവസായത്തെ പറ്റിയായിരുന്നു. സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ കൂടി വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പിണറായി വിജയന്റെ സർക്കാരിന്റെ ഇച്ഛാശക്തി, അല്ലെങ്കിൽ സർക്കാർ ഒരുപാട് പ്രോജക്റ്റുകൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ചെങ്കിലും അത് കൃത്യമായി തന്നെ മുന്നോട്ട് CPM കൊണ്ടുവന്നു എന്ന് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. അതിനുശേഷമായിരുന്നു ഇത്രയും വലിയ വിവാദങ്ങൾ ഉണ്ടായത്. അല്ല, ഇവിടെ സ്റ്റാർട്ടപ്പുകൾ ഇതിനകത്ത് സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷനാണ് ഇവിടെ പ്രശ്നമായി മാറുന്നത്. ഇവിടെ നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ IIT-കളിലും IIM-കളിലും നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിലും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊഫഷണൽ കോളേജുകളിലുമൊക്കെ സമർത്ഥന്മാരായിട്ടുള്ള ചെറുപ്പക്കാർ എന്ത് ചെയ്യുന്നു, ഓരോ വർഷവും പഠിച്ചിറങ്ങുന്നു. അവരിൽ വലിയൊരു ശതമാനം വിദേശത്തേക്ക് പോകുന്നു. മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, ഇവിടെ തന്നെ പുതിയ പുതിയ സാധ്യതകൾ ആരാഞ്ഞുകൊണ്ട് വ്യവസായങ്ങളും അല്ലെങ്കിൽ നിക്ഷേപങ്ങളും സ്റ്റാർട്ടപ്പുകളും ഒക്കെ തുടങ്ങുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മുഴുവനായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന മേഖലയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റമാണ്. അതെ, തീർച്ചയായും. ആ മാറ്റത്തിന്റെ പ്രതിഫലനം കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റത്തിന് ഇപ്പോൾ ഇവിടെ ഗവൺമെന്റിന് ഗവൺമെന്റിന്റെ പങ്കിനെ ഒന്നും തള്ളി പറയുന്നില്ല. പക്ഷേ
എന്ത് നാട്ടിൽ ആരുണ്ടായാലും അതിന്റെ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം തനിക്കാണെന്ന് പറയുന്നതിനാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഞങ്ങൾ ഈ പറയുന്ന കേരളത്തിലെ എല്ലാം ഈ പറയുന്ന ശശി തരൂരിന്റെ ലേഖനം ശരിയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന പിണറായി ഗവൺമെന്റ് കഴിഞ്ഞ 9 വർഷം അല്ലെങ്കിൽ 8.5 വർഷമായി കേരളം ഭരിക്കുകയാണ്. എത്ര വ്യവസായം കേരളത്തിൽ എന്ത് ചെയ്തു? സർക്കാർ മേഖലയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാരിന്റെ പിന്തുണയോടുകൂടി കേരളത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞു? ഒന്നുമില്ല. അറിയപ്പെടുന്ന മേഖലകളിലൊക്കെ വലിയ വലിയ വ്യവസായങ്ങളൊന്നും സർക്കാരിന് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. എത്ര വലിയ പദ്ധതി എന്ത് ചെയ്തു പുതുതായിട്ട് ഈ പറയുന്ന കേരളത്തിലേക്ക് കൊണ്ടുവന്നു? ഒന്നിനും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ പൂർത്തീകരിച്ചു എന്ന് തീർച്ചയായും അതിന് എന്തല്ല, അത് പൂർത്തീകരിക്കുന്നത് സ്വാഭാവികമായിട്ടും അതൊരു പദ്ധതി തുടങ്ങുമ്പോൾ അതിന്റെ എന്താണ് പൂർത്തീകരണം വരെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല. അതിൽ പങ്ക് നമ്മൾ മാറ്റുന്നില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ നമ്മളൊരു പങ്കും ചെയ്യാതെ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള MSME രജിസ്ട്രേഷൻ നടത്തി കുറെ കമ്പനികൾ കേരളത്തിൽ സ്റ്റാർട്ടപ്പുകളായി ആരംഭിച്ചു, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തതിന്റെ മുഴുവൻ പിതൃത്വം ഒരിക്കലും ഗവൺമെന്റ് ഏറ്റെടുക്കാൻ കഴിയത്തില്ല. കാരണം ഗവൺമെന്റ് യാതൊരു സഹായവും പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല. അല്ല, ഗവൺമെന്റ് കാരണം തന്നെ പൂട്ടിക്കെട്ടി പോകുന്ന എത്രയേറെ കമ്പനികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. പ്രധാനപ്പെട്ടത് ഇവരുടെ തന്നെ ഘടകകക്ഷികളായിട്ടുള്ള ഈ DYFI, SFI, പിന്നെ അവരുടെ CIT, അതേ കൂട്ടുള്ള അവരുടെ സംഘടനകൾ തന്നെ പൂട്ടിക്കുന്ന എത്ര സ്ഥാപനങ്ങളുണ്ട്. ഇവർക്ക് ആരോടെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാപനം പൂട്ടിക്കെട്ടാതെ ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇന്ന് നോക്കുകൂലി വാങ്ങിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. അതെല്ലാം എന്താണ്, നോക്കുകൂലി വാങ്ങിച്ചിട്ട് അത് തടയാൻ പോയി കഴിഞ്ഞാൽ അവന്റെ ആ പ്രസ്ഥാനം പൂട്ടിക്കെട്ടി പോകേണ്ട അവസ്ഥയാണ്. ഇവിടെ ഗവൺമെന്റ് പറയുന്നത് ഇനി ചുവപ്പ് നാടകൾ ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ചുവപ്പ് നാടകളല്ല മാറ്റേണ്ടത്, ചുവപ്പ് കൊടികൾ എന്ത് ചെയ്യാണ് വ്യവസായത്തിന്റെ മുകളിൽ നിന്നും അല്ലെങ്കിൽ അതിന്റെ മുന്നിൽ നിന്നും മാറ്റിയാൽ തന്നെ എന്താകും കേരളം രക്ഷ. കാരണം ഇവിടെ പീഡിത വ്യവസായങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന കശുവണ്ടി വ്യവസായം തകർന്നു കിടക്കുകയാണ്. കയർ മേഖല അപ്പാടെ തകർന്നു കിടക്കുകയാണ്. ഈ പറയുന്ന മൺപാത്ര നിർമ്മാണം പോലെയുള്ള പാരമ്പര്യമായുള്ള വ്യവസായങ്ങൾ എല്ലാം തന്നെ തകർന്നു കിടക്കുകയാണ്. അപ്പോൾ ഈ മേഖലകളിൽ ഒന്നും തന്നെ സ്റ്റാർട്ടപ്പുകളോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന ടൂറിസം മേഖലയിൽ എന്തോ വലിയ മാറ്റം ഉണ്ടാക്കിയെന്ന് പറയുന്നു. കാരണം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സീപ്ലെയിൻ കൊണ്ടുവന്നപ്പോൾ എന്താണ്, ആ സീപ്ലെയിനെതിരെ വള്ളം കൊണ്ടു അല്ലെങ്കിൽ ഈ പറയുന്ന ബോട്ടുകൾ കൊണ്ടുവന്ന് സമരം ചെയ്തവരാണ് ഇന്ന് എന്ത് ചെയ്യുന്നത്. അല്ല, സീപ്ലെയിൻ കൊണ്ടുവന്നപ്പോൾ അവരെന്തോ പറഞ്ഞത്, വെള്ളത്തിനടിയിലെ മീൻ കുഞ്ഞുങ്ങൾ ചത്തു, അവരെവിടെ പോയി ജീവിക്കുന്നവർ ചോദിച്ചത്. ഇന്ന് മീൻ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണ്ടേ? അപ്പോൾ ഇതൊക്കെ 10-15 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചറിവുണ്ടാകുമ്പോൾ ഒരു തലമുറയോട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു തലമുറയ്ക്ക് ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ തലമുറയ്ക്ക് ഉപയോഗിക്കാമാവുന്ന സൗകര്യങ്ങളെ ഇല്ലാതാക്കി അതിനുശേഷം പിന്നീട് എന്ത് ചെയ്യുന്നു, തിരുത്തി അതേ ആളുകൾ തന്നെ എന്ത് ചെയ്യുന്നു, അതേ പുതിയ വീഞ്ഞുകുപ്പിയിലേക്ക് ഈ വെള്ളം മാറ്റി ഒഴിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാവുന്നില്ല എന്നാണ് പലരും കരുതുന്നത്. അത് തെറ്റാണ്. പക്ഷേ നിക്ഷേപ സൗഹൃദം എന്ന് പറയുന്ന നല്ല ഈ പറയുന്ന പദ്ധതിയെ നമ്മൾ എല്ലാവരും അനുകൂലിക്കണം, അംഗീകരിക്കണം. ആ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, നല്ല രീതിയിലാണെങ്കിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കറക്റ്റായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അതെന്താണോ കേരളത്തിന് മുതൽക്കൂട്ടായിരിക്കും.